ഗൈസ്, അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലെ കസിൻസ് ആയിട്ടൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലെ രവിതേച്ചി അമ്മുചേച്ചി ഒക്കെ പുറത്തായതുകൊണ്ട് തന്നെ അവരൊക്കെ വന്നിട്ട് കൂടുന്ന ഫസ്റ്റ് മീറ്റപ്പ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് അല്ല, ഒരാളുടെ കൂടെ കുറവുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് നിലമ്പൂർ, അതായത് എൻ്റെ അച്ഛൻ്റെ എൽഡർ ബ്രദറിന്റെ വീട്ടിലായിരുന്നു കേട്ടോ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ കനോലി പ്ലോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി പൈനാപ്പിൾ ഉപ്പിട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പൊ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാടൊന്നും കാണാനില്ല കേട്ടോ. അവിടെ തൂക്കുപാലത്തിനൊക്കെ പണി നടക്കാണ്. പക്ഷെ നമുക്ക് അവിടെ ആകെ കാണാനുള്ളത് കുതിരപ്പുഴ, അതുപോലെ തന്നെ ചാലിയാറും കൂടി സംഗമിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാൻ അത്ര സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറെ സംസാരിച്ചൊക്കെ മെല്ലെ മെല്ലെ അതിനുള്ളിൽ നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ അവിടെ ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് വന്ന് ടൗണിൽ എത്തിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അധികമൊന്നും വെയിറ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഷേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ ഫ്ലേവർ ആയിരുന്നു. ഞാൻ ബ്ലൂബെറി ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഷേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ലാസ്റ്റ് ഞാൻ ബ്ലൂബെറിയിൽ എത്തും. ഈ ഒരു മീറ്റപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പറഞ്ഞില്ലല്ലോ, ഇല്ലുണ്ടായിരുന്നു, അമ്മുചേച്ചി ഉണ്ടായിരുന്നു, അമ്പിളേച്ചി ഉണ്ടായിരുന്നു, അമ്പിളേച്ചിന്റെ കുട്ടി ഉണ്ടായിരുന്നു, രവിദേശി ഉണ്ടായിരുന്നു, രവിദേശിന്റെ കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ അശ്വേശി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ച 1 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വലിയ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ശരിക്കും സ്റ്റേക്കേഷൻ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രാമനാട്ടിലേക്ക് എത്താനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. സോ ബാക്കി എല്ലാവരും അവിടെ സ്റ്റേ ആണ് കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഒരു KSRTCയിലും കയറി. അവർ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാനും പോയിട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് ഇപ്പോഴത്തെ ചൂടുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഇത്രയും